ദൈവനാമമഹത്വപ്പെടുമാറാകട്ടെ. പ്രസന്റ് ഗോസ്പൽ മിഷൻ എന്നുള്ള സംഘടന രൂപം കൊണ്ടത് തിരുവനന്തപുരം പൂജപ്ര സെൻട്രൽ ജയിലിലാണ് ഈ സംഘടന രൂപം കൊള്ളുന്നതിനിടയായത്. വിവിധ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട വ്യക്തികൾ ജയിലിനകത്ത് അവർ സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തെ തേടി വരികയും യേശുവിലേക്ക് വേണ്ടി ഒരു ജീവിതം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പുതിയ ജീവിതത്തിന് ഉടമകളായി തീരുവാനിടയായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ള തീരുമാനം ജയിലിനകത്ത് വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി രജിസ്റ്റർ ചെയ്തു. എന്ന് കേരളത്തിലെ ജയിലുകളിൽ കടന്നുപോയി പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ജയിലിൽ നിന്ന് സ്നേഹ സന്ദേശവുമായി എന്നുള്ള മീറ്റിങ്ങുകൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാനും സ്വർഗ്ഗ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ജയിലിൽ കിടന്നവരാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഇന്ന് കർത്താവിന്റെ ദാസനായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ നെൽസൺ താൻ ജീവോചനം ശിക്ഷിക്കപ്പെട്ട പൂജപ്ര സെൻട്രലിലായിരുന്നു. തന്റെ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് യേശു തന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊടുത്തു. ജയിലിനകത്ത് വെച്ച് ആദ്യം തന്നെ കർത്താവിനെ കണ്ടുമുട്ടുകയും കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന ഒരു അഭിഷക്തനായ കർത്താവിന്റെ ദാസനാണ് നമ്മളെ മധ്യേ ഇന്നായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിലയേറിയ സാക്ഷ്യം അദ്ദേഹം തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കും. ദൈവനാമമാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ രക്ഷിച്ചവനും എന്നെ വീണ്ടെടുത്തവനുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തില് ഞാൻ നിങ്ങൾക്ക് സ്നേഹവും നിലത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയില് എനിക്ക് നിങ്ങളുടെ മധ്യമായിരിക്കാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഒന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ലായിരുന്നു. എന്നാൽ 1983 ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്ന എന്നെ യേശു എന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. 1983 6-ാം തീയതി ഒരു ടാക്സി ഡ്രൈവർ യൂണിയനും ചുമട്ടുതൊഴിലാളിയുമായിട്ടൊരു സംഘർഷാവസ്ഥ ഉണ്ടായി. അതില് ഒരു വ്യക്തി അന്ന് മരിക്കുവാൻ ഇടയായി തീർന്നു. അത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വളരെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് കടന്നു വന്നു. 1984 11-ാം മാസം 14-ാം തീയതി എന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു ജയിലിലേക്ക് പ്രവേശിച്ചു. ആ സമയങ്ങളിലൊന്നും യേശുവുമായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ എന്റെ മാതാവ് ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. എന്റെ പിതാവ് ആലയത്തിൽ പോകുന്ന ദൈവത്തെ ആരാധിക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ 13 പേരില് ഏറ്റവും ഇളയ വ്യക്തിയായിരുന്നു. ഞാന് 9 വയസ്സില് സ്ഥലം വിട്ട് കൊല്ലത്ത് കടന്നു വരുവാനിടയായി. അവിടെ വളർന്ന് അവിടെയാണ് ഒരു ചുമട്ടുതൊഴിലാളിയായി മാറിയത്. അങ്ങനെ മദ്യപാനത്തിനും മറ്റ് അനാശാസ പ്രവർത്തനങ്ങൾക്കൊക്കെയും ലോകം തരുന്ന സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോഴാണ് അത് ചുമട്ടുതൊഴിലാളികളും ടാക്സി ഡ്രൈവർ യൂണിയനായിട്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായ ഒരാൾ മരിച്ചത്. ഈ കൊലക്കേസ് നടക്കുമ്പോഴും എനിക്ക് ഏതോ ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ള ഒരു തോന്നൽ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ
1984 11-ാം മാസം 14-ാം തീയതി തന്നെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച് ജയിലിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വെച്ച് എന്റെ സ്നേഹിതന്മാർക്കോ മറ്റ് എന്നെ സഹായിക്കുന്നവർക്കോ കടന്നു വരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ആയിത്തീർന്നത്. അവിടുത്തെ ജയിലില് 6 അടി സമചതുരമുള്ള ആ ചെറിയ റൂമിനുള്ളിൽ എന്നെ പാർപ്പിക്കുവാനിടയായി. എന്റെ മുൻകാല കേസുകളും മറ്റ് എന്റെ ജീവിത ശൈലിയും പോലീസ് സ്റ്റേഷനിലുള്ള റിപ്പോർട്ടും അനുസരിച്ചാണ് എന്നെ ആ റൂമിലാക്കുവാൻ ഇടയായത്. എന്നാൽ എനിക്കൊരു സമാധാനവും സന്തോഷവും ഇല്ലാതെ ഞാൻ വളരെ ഉറക്കമില്ലാത്തവനായി തീർന്നു. 1984 11-ാം മാസം 22-ാം തീയതി രാത്രി 12 മണിക്ക് ഞാൻ എന്റെ ജീവനെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്റെ മൂത്ത കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിന് 6 മാസം ഗർഭിണി. എന്റെ ഭാര്യ വികലാംഗയാണ്. ജോലി ചെയ്യുവാനൊന്നും കഴിയില്ല. ഇനി എങ്ങനെയാണ് മുൻപോട്ട് ജീവിക്കേണ്ടതെന്ന് അറിയുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഞാൻ എല്ലാം കൊണ്ട് തകർന്നു പരാജയപ്പെട്ടവനെന്ന് എനിക്ക് ബോധ്യമായത്. എന്റെ അമ്മ ബാല്യത്തിൽ മരിച്ചു. അപ്പൻ ഇങ്ങനെ ഈ ലോകപ്രകാരമുള്ള ക്രിമിനൽ സ്വഭാവം ഉള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് പലപ്പോഴും വീട്ടിൽ അന്വേഷിച്ചു വരുന്നത് കൊണ്ട് അവരെല്ലാവരും എന്നെ ഭയപ്പെട്ട് എന്നെ ഉപേക്ഷിക്കുവാൻ ഇടയായി. എന്റെ സഹോദരങ്ങൾ എന്നെ ഉപേക്ഷിക്കുവാൻ ഇടയായി. എന്നാൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ കടന്നു വരുമ്പോ ഏകനായി തീർന്ന സമയത്ത് ഞാൻ രാത്രി 12 മണിക്ക് അവിടെ ആത്മഹത്യ ചെയ്യുവാൻ അത്ര എളുപ്പമായ കാര്യമല്ല. എങ്കിലും അതിനുവേണ്ടി ഞാൻ ആ ഒരു ബ്ലൈഡ് ഉപയോഗിച്ച് ജീവിതത്തെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴായിരുന്നു ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായത്. ആ ശബ്ദം ഇതായിരുന്നു: നീ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് മനുഷ്യൻ നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിക്കും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ശബ്ദം അവരെന്റെ തോന്നലായിരിക്കുമെന്ന്. വീണ്ടും ആ ശബ്ദം വീണ്ടും ഒരിക്കൽ കൂടെ അതേപോലെ കേൾക്കുവാനിടയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നോട് തന്നെ പറഞ്ഞു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കാലത്ത് ദൈവത്തെ സേവിച്ചില്ല, കൈയും കാലും ബന്ധിക്കപ്പെട്ടവനായിട്ട് ഒരു മതിൽക്കെട്ടിനുള്ളിൽ വന്നതിന് ശേഷം ഞാൻ ദൈവത്തെ സേവിക്കുന്നില്ല. അത് മാത്രമല്ല, കൊല്ലത്തേക്ക് ഈ പെന്തക്കോസ്തുകാർ ഇങ്ങനെ നിന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണെന്നുള്ള ഒരു തോന്നൽ എന്റെ ജീവിതത്തിലുണ്ടായി. ആ സമയത്ത് ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അസമാധാനം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ അറിയാതെ എന്നെ രക്ഷിക്കണമേ, പാപിയായ എന്നെ രക്ഷിക്കണമേ, ഞാൻ മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പറയുവാനിടയായി. മൂന്നാമത് ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ അന്ന് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അസമാധാനം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. നീ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക് മനുഷ്യൻ നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിക്കും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഞാനൊരു വല്ലാത്തൊരു അസ്വസ്ഥനായി തീർന്നപ്പോ ഞാൻ എന്റെ കർത്താവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനു മുൻപ് ഞാൻ ദൈവത്തെ സേവിക്കാമെന്നോ അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ള ആളല്ല. എനിക്കതിൽ അത്ര വലിയ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ പേരെഴുതുവാനും വായിക്കുവാനും എനിക്ക് അറിയയില്ല. നിന്റെ വചനം പഠിക്കുവാൻ എനിക്ക് കൃപ തന്നാൽ നീ അയക്കുന്ന സ്ഥാനത്ത് കടന്നുപോയി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. മനുഷ്യനോട് ചോദിച്ചു വാങ്ങിയിട്ട് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയെന്ന് പറയുവാനും, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയിട്ട് മനുഷ്യനോട് ചോദിച്ചു വാങ്ങിയെന്ന് പറയുവാനും ഇടവരടുത്ത് ഞാൻ ആരോടും ഒരു അക്ഷരം ചോദിക്കില്ലായിരുന്നു തീരുമാനമെടുത്തു. ഞാൻ ജയിലില് അതിനെ മുൻപോട്ട് കടന്നു പോകുമ്പോ അവിടുത്തെ ബാർബർ ഷാപ്പില് ഒരു പുതിയ നിയമ വേദപുസ്തകം അതിന്റെ പഴണ്ട് ചീട്ട് കളിക്കാനായിട്ട് വെട്ടിയെടുത്തിട്ട് ആ പുതിയ നിയമ വേദപുസ്തകം ഇങ്ങനെ അവിടുത്തെ ആ ബേസ്റ്റിൽ ഇങ്ങനെ കിടന്ന് 4-5 അധ്യായങ്ങളൊക്കെ അത് നഷ്ടപ്പെട്ട് കിടന്നു. എന്നാൽ അത് ഇങ്ങനെ കാറ്റടിച്ച് പറക്കുന്ന കണ്ട്